രാജാറാം മോഹൻ റോയിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് വ്യൂസ് ഓൺ ലിബർട്ടി ആൻഡ് റൈറ്റ്. രാജാറാം മോഹൻ റോയിയുടെ ലിബർട്ടിയെക്കുറിച്ചും റൈറ്റിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മളിനി പറയുന്നത്. രാജാറാം മോഹൻ റോയിയുടെ ലിബർട്ടിയെക്കുറിച്ചും റൈറ്റിനെക്കുറിച്ചും വളരെ പുരോഗമനപരമായ വീക്ഷണങ്ങളാണ് വെച്ചു പുലർത്തിയത്. റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ, ജോൺ ലോക്ക്, തോമസ് പെയിൻ, ഹൂഗോ ഗ്രോഷസ് തുടങ്ങിയ ജ്ഞാനോദയ ചിന്തകരാൽ സ്വാധീനിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പാശ്ചാത്യ ലിബറൽ ചിന്തയാൽ ആഴത്തിൽ സ്വാധീനിച്ചതായിരുന്നു. സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും കുറിച്ചുള്ള റോയിയുടെ വീക്ഷണങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യം, സ്വാഭാവികവും ധാർമ്മികവുമായ അവകാശങ്ങൾ, സാമൂഹിക പരിഷ്കരണത്തിനായുള്ള ഭരണകൂട ഇടപെടൽ, ആഗോളതലത്തിൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നിവയെ ഉൾക്കൊള്ളുന്ന വളരെ വിശാലമായ കാഴ്ചപ്പാടാണ്. സ്വാതന്ത്ര്യം എന്നത്, ലിബർട്ടി എന്നത് മനുഷ്യൻ്റെ അമൂല്യമായ സ്വത്ത് മാത്രമല്ല, വ്യക്തിപരവും ദേശീയവുമായ പുരോഗതിക്ക് ആവശ്യമായ വ്യവസ്ഥ കൂടിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കാറുണ്ട്. റൂസോയെപ്പോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുകയും വ്യക്തികൾക്ക് തങ്ങളുടെ ജീവിതം അനാവശ്യമായ ഇടപെടലുകളോ അടിച്ചമർത്തലുകളോ ഇല്ലാതെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം വാദിച്ചു. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള റോയിയുടെ ധാരണ വ്യക്തി സ്വാതന്ത്ര്യത്തിനപ്പുറം സമൂഹത്തിലെ വ്യക്തികൾക്കുള്ള അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം എന്നിവയുൾപ്പെടെയുള്ള നാച്ചുറൽ റൈറ്റിനെ അദ്ദേഹം അംഗീകരിച്ചു. അതേസമയം ധാർമ്മിക പെരുമാറ്റത്തിൻ്റെയും സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെയും പ്രാധാന്യം ഊന്നിപ്പറയുന്ന ധാർമ്മിക അവകാശങ്ങളും അദ്ദേഹം ഉയർത്തിക്കാട്ടി. സ്വാതന്ത്ര്യത്തോടും അവകാശങ്ങളോടുമുള്ള റോയിയുടെ പ്രതിബദ്ധത ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. സ്വാതന്ത്ര്യത്തിനായി പോരാട്ടം നടത്തിയ എല്ലാ ആഗോള പോരാട്ടങ്ങളെയും അദ്ദേഹം പിന്തുണച്ചു. പാർലമെൻ്ററി ജനാധിപത്യത്തെയും ജനാധിപത്യ അവകാശങ്ങളെയും അദ്ദേഹം പിന്തുണച്ചു. ഇംഗ്ലണ്ടിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി സ്വയം അണിനിരക്കുകയും ലോകമെമ്പാടുമുള്ള സ്വേച്ഛാധിപത്യത്തിനും അനീതിക്കുമെതിരായ പോരാട്ടത്തെ പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന് പറയുന്ന ഭാഗമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. രാജാറാം മോഹൻ റോയ് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ ഉറച്ച വക്താവായി നിലകൊണ്ടു. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ കേവലം ഒരു പത്രാവകാശങ്ങൾക്കുള്ള വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് സമൂഹങ്ങളെ രൂപപ്പെടുത്തുന്നതിലും ജനാധിപത്യ ആശയങ്ങൾ വളർത്തുന്നതിലും ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള ഉറച്ച നിലപാടായിരുന്നു പത്രസ്വാതന്ത്ര്യമെന്ന അദ്ദേഹത്തിൻ്റെ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമൂഹിക മാറ്റത്തിന് ഉത്തേജനം നൽകാനും അധികാരികളെ ഉത്തരവാദിത്തപ്പെടുത്താനും വിവരങ്ങളും ആശയങ്ങളും അഭിപ്രായങ്ങളും പ്രചരിപ്പിക്കാനും എല്ലാമുള്ള ഒരു ഉപകരണമായാണ് പത്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. 1823 അദ്ദേഹം പത്രസ്വാതന്ത്ര്യം നേടിയെടുക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാരിന് ഹർജി നൽകുകയും ചെയ്തു. സ്വതന്ത്ര മാധ്യമത്തിൻ്റെ ആവശ്യകത റോയ് ഹർജിയിൽ വ്യക്തമാക്കി. 1823 ആ ഹർജിയിൽ പത്രസ്വാതന്ത്ര്യം നേടിയെടുക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ നൽകിയ ഹർജിയിൽ അദ്ദേഹം പത്രസ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകത വളരെ കൃത്യമായി വ്യക്തമാക്കി. ഒരു സ്വതന്ത്ര മാധ്യമം പൗരന്മാരെ അവരുടെ പരാതികൾ ഉന്നയിക്കാൻ അനുവദിക്കുക മാത്രമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക മാത്രമല്ല, പ്രശ്നങ്ങൾ മുൻകൂട്ടി പരിഹരിക്കാൻ ഗവൺമെൻറ്റുകളെ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനം പത്രങ്ങൾ നടത്തുന്നുണ്ട് എന്ന് റോയ് പറഞ്ഞത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയായിരുന്നു. കൊളോണിയലിസത്തെ വിമർശിച്ചിട്ടും റോയ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ചില നേട്ടങ്ങൾ തിരിച്ചറിയുകയും ലിബറൽ മൂല്യങ്ങളും ഭരണഘടനാ മൂല്യങ്ങൾക്കും ഊന്നൽ നൽകുന്ന അല്ലെങ്കിൽ ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് അദ്ദേഹം ഒരു ജനാധിപത്യ ഇന്ത്യക്ക് വഴിയൊരുക്കുമെന്നും അതുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അങ്ങനെ പൂർണ്ണമായും നമ്മൾ എതിർക്കേണ്ടതില്ലെന്നും ഉള്ള രീതിയിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും ഇനി അദ്ദേഹത്തിൻ്റെ ഹ്യൂമനിസം ആൻഡ് യൂണിവേഴ്സൽ റിലീജിയൻ എന്ന് പറയുന്ന ഭാഗം കൂടി നമുക്ക് നോക്കാം. രാജാറാം മോഹൻ റോയ് മാനവികതയുടെയും സാർവത്രിക മതസങ്കല്പത്തിൻ്റെയും വീക്ഷണത്തിൻ്റെ വക്താവായിരുന്നു. മാനവികതയെയും സാർവത്രിക മതത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ പുരോഗമനാശയങ്ങൾ, ദാർശനിക ഉൾക്കാഴ്ചകൾ, ആത്മീയ ബോധ്യങ്ങൾ എന്നിവയിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ഓരോ വ്യക്തിയുടെയും അന്തസ്സും അവകാശവുമായ മാനവികതയുടെ ലക്ഷ്യമായി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു. ഓരോ വ്യക്തിയുടെയും അന്തസ്സും അവകാശങ്ങളുമാണ് മാനവികതയുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നു. സ്വാതന്ത്ര്യം, അവകാശങ്ങൾ, സഹകരണം, സഹിഷ്ണുത, ആളുകൾക്കിടയിലുള്ള കൂട്ടായ്മ
എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. എല്ലാ വ്യക്തികളും അന്തസ്സോടെയും സമത്വത്തോടെയും ബഹുമാനത്തോടെയും കൂടി പെരുമാറണമെന്ന റോയി മാനവികത എന്ന ആശയത്തിലൂടെ വിശ്വസിച്ചു. സാർവത്രിക മതത്തെക്കുറിച്ചുള്ള റോയിയുടെ കാഴ്ചപ്പാട് വിവിധ മതപാരമ്പര്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് വിഭാഗീയ വിഭജനങ്ങൾക്ക് അതീതമായ ഒരു ആത്മീയ സമന്വയത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ നിന്നും ലഭിച്ചതാണ്. മതപരമായ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും വൈവിധ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞുവെങ്കിലും വ്യത്യസ്ത വിശ്വാസങ്ങളിലുള്ള ആളുകൾക്കിടയിൽ ഐക്യവും ധാരണയും വളർത്തിയെടുക്കാൻ കഴിയുമെന്ന പൊതുവായ അടിത്തറ അദ്ദേഹം കണ്ടെത്താൻ ശ്രമിച്ചു. രാജാറാം മോഹൻ റോയിയുടെ സാർവത്രിക മതമെന്ന ആശയത്തിൻ്റെ കേന്ദ്രബിന്ദു ദൈവമെന്നത് സ്നേഹവും അനുകമ്പയും നീതിയും സത്യവും അങ്ങനെയുള്ള ധാർമ്മിക തത്വങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാനവികതയെയും സാർവത്രിക മതത്തെയും കുറിച്ചുള്ള രാജാറാം മോഹൻ റോയിയുടെ വീക്ഷണങ്ങൾ സമത്വം, സഹിഷ്ണുത, ആത്മീയ സമന്വയം എന്നിവയുടെ തത്വങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള പ്രതിബദ്ധതയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇത്രയുമാണ് രാജാറാം മോഹൻ റോയിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. രാജാറാം മോഹൻ റോയ് ഇന്ത്യയിലെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ആദ്യകാല നേതാവും ഇന്ത്യയുടെ ആധുനികതയുടെയൊക്കെ പിതാവൊക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം ഹിന്ദു മതത്തിലെ പരിവർത്തനത്തിനാണ് പ്രധാന പങ്ക് വഹിച്ചത്. അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചു. അദ്ദേഹം ഈ ബ്രാഹ്മണ്യത്തിലെ വലിയ പ്രശ്നങ്ങളെ തിരിച്ചറിയുകയും ചെയ്തു. അദ്ദേഹം ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ബ്രാഹ്മണ്യത്തിൻ്റെ നേതാവായ നേതാക്കളായിരുന്നു പൊതുവെ ഇന്ത്യയിൽ നവോത്ഥാന ശ്രമങ്ങൾ ആരംഭിച്ചത്. കാരണം ബ്രാഹ്മണ വിഭാഗത്തിലെ അനാചാരങ്ങൾ അവർ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവർ മതനവീകരണമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ മതനവീകരണത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അതും ഉയർന്ന ജാതി വിഭാഗത്തിൽ നിന്ന് ആണ് ആരംഭിച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയ് എന്നത്.